ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മൂലകങ്ങളും അവയുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട അതിലെ മൂന്നാമത്തെ ഭാഗമാണ്. അപ്പോൾ പല മൂലകങ്ങൾക്കും പല പേരുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. PSCയിൽ ഇമ്പോർട്ടൻ്റായി പല പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുക്കാൽ ഭാഗവും വരുന്നത് സൂര്യനാണ് അല്ലേ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യനിൽ കൂടുതലുള്ളത് ഹീലിയമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന സൂര്യനാണ്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാലും ഹൈഡ്രജനാണ്. ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണെന്ന് പറഞ്ഞു അല്ലേ. പ്രപഞ്ചത്തിലെ മുക്കാൽ ഭാഗവും കാണപ്പെടുന്നത് ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹീലിയമാണ്. നമ്മൾ സൂര്യൻ്റെ കാര്യം പറഞ്ഞല്ലോ, സൂര്യനിൽ രണ്ടാമതായി കാണപ്പെടുന്നത് ഹീലിയമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ രണ്ടാമതായി കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹീലിയമാണ്. നമ്മളിപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജനാണ് പറഞ്ഞു. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്. 78.08% അന്തരീക്ഷത്തിൽ നൈട്രജൻ കാണപ്പെടുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജനാണ്. 20.95% ഓക്സിജൻ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്. 78.08. അതുപോലെ തന്നെ രണ്ടാമതായി അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. 20.95%. പ്രപഞ്ചത്തിലാണെങ്കിലോ ഹൈഡ്രജനാണ്. രണ്ടാമതായി ഹീലിയമാണ്. അന്തരീക്ഷത്തിൽ നൈട്രജനാണ് കൂടുതലായി കാണപ്പെടുന്നത്. രണ്ടാമതായി ഓക്സിജനാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. രണ്ടാമതായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. രണ്ടാമതായി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സിലിക്കനാണ്. അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ, രണ്ടാമതായി കൂടുതൽ കാണപ്പെടുന്നത് ഹീലിയം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ്, രണ്ടാമതായി കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. രണ്ടാമതായി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സിലിക്കനാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഖരമൂലകം ഏതാണെന്ന് ചോദിച്ചാലും സിലിക്കനാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഖരമൂലകം സിലിക്കനാണ്. ഓക്കെ അല്ലേ? സിലിക്കൻ്റെ കാര്യം പറഞ്ഞത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം സിലിക്കനാണ്. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലുള്ള ഖരമൂലകവും സിലിക്കനാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജനാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കാൽഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണെങ്കിൽ അത് കാൽഷ്യമാണ്. എല്ലുകളിലും പല്ലുകളിലും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും കാൽഷ്യമാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യമാണ്. അതുപോലെ എല്ലുകളിലും പല്ലുകളിലും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും കാൽഷ്യമാണ്. എല്ലുകളുടെ ബലത്തിനും പല്ലുകളുടെ ബലത്തിനും ഉപയോഗിക്കുന്നത്, അതായത് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു ലോഹമാണ് കാൽഷ്യം. അടുത്തതായി ഭൂമിയിൽ ജീവന അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. ഭൂമിയിൽ ജീവൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ആണ്. ഭൂമിയിൽ ജീവന അടിസ്ഥാനമായ മൂലകം കാർബൺ. ഓക്കെ. അപ്പം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യമാണ്. എല്ലുകളിലും പല്ലുകളിലും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും കാൽഷ്യമാണ്. ഭൂമിയിൽ ജീവന അടിസ്ഥാനമായ മൂലകം കാർബൺ ആണ്. അടുത്തതായി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും ഇരുമ്പാണ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും ഇരുമ്പാണ്. നിത്യജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹവും ഇരുമ്പാണ്. ഓക്കെ അല്ലേ? നിത്യജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. ജലവുമായുള്ള സമ്പർക്കം മൂലം മാറ്റമുണ്ടാകുന്ന ലോഹവും ഇരുമ്പാണ്. 4 കാര്യങ്ങളാണ് ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും ഇരുമ്പാണ്. നിത്യജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹവും ഇരുമ്പാണ്.
ജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ രൂപമാറ്റം സംഭവിക്കുന്ന ലോഹവും ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പിൽ വെള്ളം തട്ടി പറഞ്ഞാൽ തുരുമ്പാവും അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ പ്രതീകം എന്താണ് നമ്മൾ എഴുതുന്നത്? Fe എന്നാണ് എഴുതുന്നത്. ഇനി അടുത്തതായി ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാലും സ്വർണ്ണമാണ്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ചു പരത്താൻ പറ്റുന്നത്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വർണ്ണത്തെ ആണ് ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ പറ്റുന്ന ലോഹം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും സ്വർണ്ണമാണ്. അടുത്തതായി ഡക്റ്റിലിറ്റി കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാറ്റിനമാണ്. മാലിബിലിറ്റി കൂടുതലുള്ള ലോഹം ഏതാണ്? സ്വർണ്ണമാണെന്ന് പറഞ്ഞു. ഡക്റ്റിലിറ്റി പറഞ്ഞാൽ എന്താണ്? അടിച്ച് കമ്പികളാക്കാൻ പറ്റുന്നത്, ചെറിയ ചെറിയ കമ്പികളാക്കാൻ പറ്റുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനമാണ്. മാലിബിലിറ്റി ആണെങ്കിൽ അടിച്ച് പരത്തി ഒരു പ്ലേറ്റുകൾ പോലെ ആക്കാൻ പറ്റുന്നത് സ്വർണ്ണമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്താൻ പറ്റുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ച് ചെറുതായി ഇങ്ങനെ ചെറിയ കമ്പികൾ പോലെ ആക്കാൻ പറ്റുന്നത് ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാറ്റിനമാണ്. ഓക്കെ, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനമാണ്. ലിറ്റിൽ സിൽവർ എന്നും ഭാവിയുടെ സ്വർണം എന്നും അറിയപ്പെടുന്ന ഏതാണ്? പ്ലാറ്റിനമാണ്. ലിറ്റിൽ സിൽവർ എന്നും ഭാവിയുടെ സ്വർണം എന്നും അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ഓക്കെ അല്ലേ? ഇനി ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഭാവിയുടെ സ്വർണ്ണമാണെങ്കിൽ പ്ലാറ്റിനം, ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് അതാണ് ടൈറ്റാനിയമാണ്. അതുപോലെ അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹമെന്നും അത്ഭുത ലോഹമെന്നും അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. അപ്പോൾ ഇൽമനൈറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ടൈറ്റാനിയത്തെ വേർതിരിച്ചെടുക്കുന്നത്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം, ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹവുമാണ് ടൈറ്റാനിയം. അപ്പോൾ ഭാവിയുടെ സ്വർണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനമാണ്. ഭാവിയുടെ ലോഹം ടൈറ്റാനിയമാണ്. അടുത്തതായി ദ്രാവക ലോഹം അല്ലെങ്കിൽ അസാധാരണ ലോഹം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ദ്രാവക ലോഹം, അസാധാരണ ലോഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? മെർക്കുറിയാണ്. ഹൈഡ്രാർജിയം എന്നറിയപ്പെടുന്നത് അത് മെർക്കുറിയാണ്. മെർക്കുറി അല്ലെങ്കിൽ ഹൈഡ്രാർജിയം. ഇനി ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. നമ്മളെ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണെന്ന് പറഞ്ഞു അല്ലേ? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നതാണ് മെർക്കുറിയാണ്. ആദ്യത്തെ അതിചാലകം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ആദ്യത്തെ അതിചാലകമാണ് മെർക്കുറി. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം, അതായത് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹവുമാണ് ഈ മെർക്കുറി. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ്. 5 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? ദ്രാവക ലോഹം അല്ലെങ്കിൽ അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ആദ്യത്തെ അതിചാലകം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ലോഹവും മെർക്കുറിയാണ്. അടുത്തതായി കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ്. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണവും വെള്ളിയും പ്ലാറ്റിനുമാണ്. എൻ്റെ മുമ്പിൽ PSCയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം, വൈദ്യുതി കടത്തിവിടുന്ന ഏറ്റവും നല്ല ഉപകരണം അല്ലെങ്കിൽ കമ്പി എന്നറിയപ്പെടുന്നത് ഏതാണ്? വെള്ളി കമ്പിയാണ്, അത് വെള്ളിയാണ്. ഓക്കെ, വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം എന്നറിയപ്പെടുന്നത് ക്രോമിയമാണ്. ഏറ്റവും കാഠിന്യം കൂടിയ, അതായത് കടുപ്പം കൂടിയ ലോഹം എന്നറിയപ്പെടുന്നതാണ് ക്രോമിയമാണ്. അടുത്തതായി ലോഹദ്യുതി കാണപ്പെടുന്ന അലോഹം എന്നറിയപ്പെടുന്നത് അയഡിനാണ്. ലോഹദ്യുതി കാണുന്ന അലോഹ മൂലകം എന്നറിയപ്പെടുന്നത് അതാണ് അയഡിനാണ്. ലോഹദ്യുതി എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോഹങ്ങളെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു തിളക്കം ഉണ്ടാവില്ലേ? ഷാർപ്പ് മുറിക്കുന്ന സമയത്ത് ഒരു തിളക്കം കാണപ്പെടുന്നില്ല, അതിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ലോഹദ്യുതി കാണപ്പെടുന്ന അലോഹ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അയഡിനാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹവും അയോഡിനാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹവും അയഡിനാണ്. അതുപോലെ കടൽ ആൽഗകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അയഡിനാണ്. എങ്ങനെ ഓർത്താൽ മതി, കടലിലല്ലേ ഉപ്പ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അയഡിൻ കാണപ്പെടുന്നത് എവിടെയാണ്? കടലിലാണ്. കടൽ ആൽഗകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അയഡിനാണ്. ലോഹദ്യുതി കാണിക്കുന്ന അലോഹം അയഡിനാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹവും കടൽ ആൽഗകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും അയഡിനാണ്. അടുത്തതായി ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന സിങ്കാണ്. അതുപോലെ മനുഷ്യൻ്റെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്കാണ്. മനുഷ്യൻ്റെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്കാണ്. ടോർച്ച് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്കാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് സിങ്കിനെ കുറിച്ച് പറഞ്ഞത്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നതും സിങ്ക്,
അതുപോലെ ടോർച്ച് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്കാണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറേനിയമാണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം എന്നറിയപ്പെടുന്നതും യുറേനിയമാണ്. അടുത്തതായി അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സീസിയമാണ്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് സീസിയമാണ്. അതുപോലെ ക്ലോക്കിൻ്റെ ഡയലുകളിൽ ഉപയോഗിക്കുന്ന മൂലകം റേഡിയമാണ്. ക്ലോക്കിൻ്റെ ഡയലുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? റേഡിയമാണ്. അറ്റോമിക ക്ലോക്കിൽ ഉപയോഗിക്കുന്നത് സീസിയവും ക്ലോക്കിൻ്റെ ഡയലുകളിൽ ഉപയോഗിക്കുന്നത് റേഡിയവുമാണ്. ഇനി റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മൂലകം റെഡോൺ ആണ്. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മൂലകം റെഡോൺ. അടുത്തതായി റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഇല്ലാത്ത മൂലകം സൾഫറാണ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഇല്ലാത്തത് സൾഫറാണ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്നതും സൾഫറാണ്. സൾഫർ. സവോള അല്ലെങ്കിൽ ചുവന്നുള്ളിയിൽ നീറ്റലിന് കാരണമാകുന്ന മൂലകം സൾഫറാണ്. ചുവന്നുള്ളി അല്ലെങ്കിൽ സവോളയിൽ നീറ്റലിന് കാരണമാകുന്നത് സൾഫർ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകവും സൾഫറാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഇല്ലാത്ത മൂലകം സൾഫർ. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്നത് സൾഫറാണ്. സവോള അല്ലെങ്കിൽ ചുവന്ന ഉള്ളിയിൽ നീറ്റലിന് കാരണമാകുന്നതും സൾഫറാണ്. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്നതും സൾഫറാണ്. നെക്സ്റ്റ്, ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകങ്ങൾ സോഡിയം, പൊട്ടാസ്യമാണ്. ജലത്തിൽ സൂക്ഷിക്കുന്നത് മൂലകം ഫോസ്ഫറസ് ആണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് പൊട്ടാസ്യം, സോഡിയമാണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ലിഥിയമാണ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകങ്ങൾ സോഡിയം, പൊട്ടാസ്യം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ലിഥിയം. അണുനാശിനിയായി ഉപയോഗിക്കുന്നത് മൂലകം ക്ലോറിനാണ്. അതുപോലെ രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മെഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും മെഗ്നീഷ്യമാണ്. അപ്പോൾ രാസസൂര്യൻ എന്നറിയപ്പെടുന്നതും ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും മെഗ്നീഷ്യമാണ്. എക്സ്റേ രശ്മികൾ കടത്തിവിടാത്ത ലോഹം എന്നറിയപ്പെടുന്നത് ലെഡാണ്. ലെഡ് ആണ്. അതുപോലെ തന്നെ അതിനെ കർത്തീയമെന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം എന്നറിയപ്പെടുന്നത് ടങ്സ്റ്റനാണ്. അതുപോലെ ബൾബിലെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നതും ടങ്സ്റ്റനാണ്. അപ്പോൾ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ടങ്സ്റ്റനാണ്. ബൾബുകളിലെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹവും ടങ്സ്റ്റനാണ്. എക്സ്റേ രശ്മി കടത്തിവിടാത്ത ലോഹം ഏതാണ്? ലെഡാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഈ മൂലകങ്ങൾ എന്നുള്ള ഈ ഭാഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായും 1 മാർക്ക് ഉറപ്പാക്കുന്ന ഒരു ഭാഗമാണ് ഈ മൂലകങ്ങൾ എന്നുള്ള ഭാഗം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.